ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ മഞ്ചാകോട്ട് സെക്ടറിൽ വനങ്ങളിൽ ഒളിച്ചിരിക്കുന്നതായി സംശയിക്കുന്ന ഒരു കൂട്ടം തീവ്രവാദികളെ വധിക്കുന്നതിനായിട്ടുള്ള ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യം തുടരുകയാണ്. ഓപ്പറേഷൻ ഷെരുവാലി എന്ന ദൗത്യമായി ഇന്ത്യൻ സൈന്യം 7ാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ശനിയാഴ്ച തുടങ്ങിയ ഓപ്പറേഷൻ ഇന്ന് നിർണായക ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഡോറിമൽ ഗംഭീർ മോഗ്ല ബെൽറ്റിലെ സംശയിക്കപ്പെടുന്ന ഒളിത്താവളങ്ങളിൽ സുരക്ഷാസേന വീണ്ടും വെടിവെപ്പും മൾട്ടി ഗ്രനേഡ് ലോഞ്ചറുകൾ വച്ച് ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. തീവ്രവാദികൾ താമസിക്കാൻ വേണ്ടി നിർമ്മിച്ച ടെന്റുകളെല്ലാം തന്നെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ തീവ്രവാദികളുടെ പക്കൽ നിന്നും ആയുധങ്ങളും ഒളിത്താവളങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ, അതായത് വെടിയുണ്ടകൾ, ബോംബുകൾ അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാന ചോദ്യം എന്താണ് ഓപ്പറേഷൻ ഷെരുവാലി എന്നത്. കാരണം 7 ദിവസമായി നടക്കുന്ന ഒരു ഓപ്പറേഷനാണ്. സാധാരണഗതിയിൽ ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷൻ 2-3 ദിവസം അല്ലെങ്കിൽ കൂടിപ്പോയാൽ 4 ദിവസം കൊണ്ട് തീരുന്നതാണ്. പക്ഷേ ഇത് 7 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നാവുമ്പോൾ 7 ദിവസമാകും. അവസാനിച്ചിട്ടില്ല, നിർണായക ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതായത് ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും CRPFും ചേർന്ന് ആരംഭിച്ച ഒരു പ്രധാന ഭീകരവിരുദ്ധ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഷെരുവാലി. ഇടതൂർന്ന വനപ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതായി സംശയിക്കുന്ന തീവ്രവാദികളെ കണ്ടെത്തി അവരെ കൊല്ലുന്നതാണ് ഈ ഓപ്പറേഷൻ ഷെരുവാലിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന വനത്തിൽ തന്നെ ഒരു ഓപ്പറേഷൻ നടത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ വധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യൻ സൈന്യം നടത്തുന്നുണ്ട്. വനമേഖലയ്ക്കുള്ളിൽ തിരച്ചിലും അതോടൊപ്പം തന്നെ കോമ്പിംഗ് പ്രവർത്തനങ്ങളും തുടരുന്നതിനാൽ മുഴുവൻ പ്രദേശവും കർശനമായ സുരക്ഷാ വലയത്തിലാണ്. കൂടാതെ വനത്തിൽ തീവ്രവാദികൾ ഈ നടക്കുന്ന ഭാഗങ്ങളിൽ ഗ്രനേഡ് കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയൊക്കെ നടന്നതിന് ശേഷമാണ്, ഓരോ ചുവടുകളും ശക്തമായ നിരീക്ഷണത്തിന് ശേഷമാണ് ഇന്ത്യൻ സൈന്യം ഓരോ നീക്കങ്ങൾ നടത്തുന്നത്. പ്രദേശത്ത് സംശയിക്കപ്പെടുന്ന രീതിയിൽ തീവ്രവാദികളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് ഇന്റലിജൻസ് ബ്യൂറോ ഒരു വിവരം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ ഷെരുവാലിയുമായി ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോയത്. സൈന്യം, ജമ്മു കാശ്മീർ പോലീസ്, CRPF എന്നിവയുടെ സംയുക്തമായ ഒരു നീക്കം തന്നെ ഇതിന്റെ പിന്നിലുണ്ട്. കൂടാതെ ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, സ്നിഫർ ഡോഗുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദികൾ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നുവെന്ന് കണ്ടുപിടിക്കാനും ഇവരെയൊക്കെ ഈ ടീമുകളും സഹായിക്കുന്നുണ്ട്. കൂടാതെ വനത്തിനുള്ളിൽ ഇന്ത്യൻ സൈന്യം വിപുലമായ രീതിയിൽ തന്നെ പരിശോധന നടത്തുകയാണ്. ഭീകരവിരുദ്ധ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സ്ഥലത്ത് കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഒരാഴ്ചയായിട്ടും വനമേഖല വളഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൈന്യം പരിശോധന നടത്തുന്നതെന്നാൽ ഇന്നലെ ഡോറിമൽ വനമേഖലയിൽ കനത്ത വെടിവെപ്പും ഷെല്ലാക്രമണവും ഉണ്ടായി. തീവ്രവാദികളെ തുരത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആക്രമണമുണ്ടായത്. ലക്ഷ്യമിട്ട വനപ്രദേശത്ത് നിന്ന് വലിയ രീതിയിൽ കനത്ത പുക ഉയരുന്നുണ്ട്. തീവ്രവാദികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് തടയുന്നതിനുമായി ഏറ്റുമുട്ടൽ സ്ഥലത്ത് കൂടുതൽ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ അതിനോടൊപ്പം തന്നെ ലോജിസ്റ്റിക്സ് സംവിധാനങ്ങളും ഇന്ത്യൻ സൈന്യം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ജമ്മുവിലെ രജൌരി, പൂഞ്ച് ജില്ലകളിലായി സുരക്ഷാ സേന വിപുലമായ ഓപ്പറേഷനാണ് നടത്തുന്നത്. ഏറ്റുമുട്ടലുകളിൽ 5 ഭീകരരെ ഇതിനോടകം തന്നെ വധിച്ചിട്ടുണ്ട് എന്നാണ് സൈന്യം പറയുന്നത്. മുഴുവൻ ഭീകരരെയും വധിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഓപ്പറേഷൻ അവസാനിപ്പിക്കും. മൊത്തത്തിൽ ഒരു 10-11 ഭീകരരുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 5 പേരെ ഇതിനോടകം തന്നെ ഈ ആഴ്ചയോടകം തന്നെ ഇന്ത്യൻ സൈന്യം വധിച്ചിട്ടുണ്ട്. ബാക്കി ഭീകരരെയും കൂടെ വധിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഷെരുവാലി ഒരു അന്തിമ ഘട്ടത്തിലേക്ക് പോകുമെന്ന് ഔദ്യോഗികമായി തന്നെ ഇന്ത്യൻ സൈന്യം പ്രഖ്യാപിക്കും.